നമസ്കാരം. കഴിഞ്ഞ ദിവസം അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും ഒക്കെ സാധിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മളോട് ആരെങ്കിലും ഒരാൾ ഒരു നുണ പറയാമെന്ന് വിചാരിക്കും, നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പോലീസുകാരും മറ്റാളുകളൊക്കെ ഈ കുറ്റങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തെളിയിക്കാനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് അതിനെ പറയുന്നത് വെച്ചാൽ ഒരു വൺനെസ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. അതായത് ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും സകല മനുഷ്യരും തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരേ ദൈവമാണ് എന്നുള്ള ചിന്ത, അതിനെയാണ് വൺനെസ് തിയറി എന്ന് പറയുന്നത്. നമ്മൾ ശബരിമലയൊക്കെ കയറി ചെല്ലുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടില്ലേ, അതുപോലെയാണ്. അത് തന്നെയാണ് ഈ വൺനെസ് തിയറിയുടെ ബേസിക് എന്ന് പറയുന്നത്. നമ്മുടെ ഋഷിമുനിമാരൊക്കെ ഇത് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ വൈബ്രേഷൻസ് ലഭിക്കും എന്നാണ് പറയുന്നത്. നമ്മളൊരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ആൾ ആരായിരിക്കും നമുക്കറിയായിരിക്കും. ആ ആളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസ് അവരിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അത് ഏത് തന്നെ ആളുകളായിക്കോട്ടെ, എവിടെ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇത് എങ്ങനെ കൂടുതൽ എത്താൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യമുള്ളവരായിരിക്കുക, നീതിയുള്ളവരായിരിക്കുക, ധർമ്മം, നിർമ്മലത, നൈർമല്യമുള്ളവരായിരിക്കുക. ഇങ്ങനെ സത്യം, ധർമ്മം, നീതി, നൈർമല്യം എന്നിവയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവത്തിനെ പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അതിൻ്റെ വൈബ്രേഷൻസ് അവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മളോടിപ്പോൾ അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയിട്ടും ആ ആളുടെ മുന്നിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആ വൈബ്രേഷൻസ് അവർക്ക് റിവീലാക്കി കൊടുക്കും. ഇന്ന ആൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഈ ആൾക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫീല് നമുക്ക് അവരായിട്ട് വരും. അത് വരുന്നത് എങ്ങനെയാണ്? ഈ വൺനെസ് തിയറി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അവരും അത് കേൾക്കണം. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് നല്ലതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും അവർക്ക് റിവീലായിട്ട് കിട്ടും. ഇതിനാണ് വൺനെസ് തിയറി കൊണ്ട് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ശക്തിയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് കിട്ടും. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദുബായ്, മറ്റ് GCC കൺട്രികൾ എല്ലായിടത്തും. അപ്പം നമ്മൾ അതിൽ സങ്കടം അനുഭവിക്കുന്ന, അവിടെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പം നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കതിൻ്റെ വിഷമിക്കുന്ന ഒരു അവസ്ഥ നമുക്കും വരുന്നുണ്ട് അല്ലേ? നമുക്കും അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം പറയുന്നത്. അതുപോലെ ആ യുദ്ധം നിൽക്കാനായിട്ടും ഒക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് ഫലിക്കുന്നതിൻ്റെ കാരണം അതാണ്. അത് നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലുള്ള എനർജി ഒന്നാണ്. നമ്മൾ എത്രത്തോളം നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള പ്രാക്ടീസുകൾ കൂട്ടുന്നു അതനുസരിച്ച് നമുക്ക് മറ്റുള്ളവരെ റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും വരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുകൾ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ, ധ്യാനം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ
നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ പെട്ടെന്ന് നമുക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വരും. അതുപോലെ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും പോയിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കും, നമ്മൾ ഓട്ടോമാറ്റിക് കണ്ണടയ്ക്കും അല്ലെ. നമ്മുടെ ഉള്ളിലാണ് ആ ചൈതന്യം ഉള്ളത്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ആളുകളെ റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെയുള്ള കഴിവ് കൂടി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമുണ്ട്, ഇത് എന്താണെന്ന് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഗൂഗിൾ എടുക്കുക. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വൺനെസ് തിയറി എന്താണ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പൊ നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് ചിലപ്പോൾ സംസാരിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ ഋഷിമുനിമാരൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഇതിനെക്കുറിച്ച് അവര് സ്റ്റഡി റിസർച്ചുകളൊക്കെ നടത്തുമ്പോൾ അവർക്ക് ഇതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാവണം. നമ്മൾ അറ്റ് എ ടൈമിൽ നമ്മൾ പല ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമുക്ക് പരിചയമില്ലാത്ത ആളുകളുമായിട്ട് പോലും നമ്മൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്, അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. ഇതൊക്കെ നമ്മൾ അവിടെയുള്ള ആളുകളുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഫീൽ വരുന്നത്. നമുക്ക് തോന്നും നമുക്കറിയില്ല ആ ആൾക്കാരെ, നമുക്കറിയില്ല, നമുക്കതിനെ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ നമ്മളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പൊ എല്ലാവരും പുറത്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അമ്പലത്തിലും എവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെയാണ് അവിടെയും കിടന്ന് കഷ്ടപ്പെടുന്നതെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതലൊരു വെളിപാടായിരിക്കും. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് എടുക്കുന്ന സമയം, അത് ഒരു ബാഡായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ഉയർന്നു വരാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനോ നമുക്ക് നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കാത്ത തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണത്. അപ്പോൾ പരമാവധി എന്താ പറയുക, നല്ല പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് കഴിഞ്ഞാൽ നമുക്കും ലൈഫിൽ ഉയർന്നു വരാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ ആ ദൈവീക ശക്തിനെ, ആ ഡിവൈൻ പവറിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ വൺനെസ് തിയറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി എന്നുണ്ടെങ്കിൽ, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ എനിക്കൊരു കമന്റ് ഇടുക. ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അതുവരയ്ക്കും നമസ്കാരം.